Good morning. Good morning, Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി ട്ടാ. ഞാനപ്പോ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പഠിച്ചത്? ഡയാലിസിസ് അല്ലെ? അപ്പൊ ഡയാലിസിസ് എന്താണെന്നും രണ്ട് ടൈപ്പ് ഡയാലിസിസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ഷോർട്ട് ഫോംസുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ കണ്ടത് രണ്ട് ടൈപ്പ് ഡയാലിസിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? രണ്ട് ടൈപ്പാണ് ഡയാലിസിസ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ അതിനകത്ത് നമ്മള് ഹീമോ ഡയാലിസിസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നല്ല കാര്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു. അതിന്റെ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? വായിച്ചില്ല നമ്മള്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് എടുത്തിട്ട് വെളിയിലേക്ക് എടുത്തിട്ട് നമ്മളൊരു ഡയാലിസിസ് മെഷീനിലൂടെ കടത്തിവിടാണ്. ഈ ഡയാലിസിസ് മെഷീനകത്ത് എന്തുണ്ട്? ഒരു ഫിൽറ്റർ ഉണ്ട്. അതിന് നമ്മൾ എന്താണ് പറയാ? എന്താണ് പറയാ? ഡയലൈസർ അല്ലെ? എന്താണ് പറയാ? ഡയലൈസർ എന്നാണ് പറയാ. അപ്പൊ ആ ഡയലൈസറിലൂടെ ബ്ലഡിനെ കടത്തിവിടുകയും അത് പ്യൂരിഫൈ ചെയ്യും അല്ലെ? പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ഡയാലിസിസ് മെഷീൻ വഴി ബോഡിയിലേക്ക് കയറ്റിവിടുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുൻപായിട്ട് നമ്മൾ പറഞ്ഞു ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡിന് ശരീരത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് മൂന്ന് രീതിയിൽ നമുക്ക് വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് എ ബി ഫിസ്റ്റുല, രണ്ടാമത്തത് എ ബി ഗ്രാഫ്റ്റ്, മൂന്നാമത്തത് എന്താണ്? എ ബി കാത്തറ്റർ. ഇതിന്റെയൊക്കെ കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. ബാക്കി നിങ്ങൾക്ക് അന്ന് മനസ്സിലായെന്നാണ് കേട്ടോ എൻ്റെ ഒരു ധാരണ. മനസ്സിലായി വിചാരിക്കും. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ വായിച്ചു കേട്ടോ. ഹീമോ ഡയാലിസിസ് നോക്കുക. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അഥവാ എ വി ഫിസ്റ്റുല കേട്ടോ. എ വി എന്ന് പറഞ്ഞ എന്താണ്? ആർട്ടറി കേട്ടോ. ആർട്ടറിയാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടറി എന്താണ്? ധമനിയാണ് കേട്ടോ. ധമനി എന്താണ്? നമ്മുടെ ശരീരത്തില് ശുദ്ധരക്തം വഹിക്കുന്ന ബ്ലഡ് വെസൽ ആണ് കേട്ടോ ധമനി എന്ന് നമ്മൾ പറയുന്നത്. വീനസ് എന്താണ്? വെയിൻ ആണ് കേട്ടോ. സിര എന്നാണ് പറയുക. പൊതുവെ സിരകൾ എന്താണ്? അശുദ്ധ രക്തം വഹിക്കുന്ന ബ്ലഡ് വെസലിനെയാണ് നമ്മള് വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് എന്താണ്? സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ആർട്ടറി ആൻഡ് വെയിൻ ആണ് അല്ലെ? സർജിക്കൽ കണക്ഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എൻ എ വി ഫിസ്റ്റുല ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് എ വി ഫിസ്റ്റുല? ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. ഒരു ധമനിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഇവിടെ നിന്ന് ഒരു ആർട്ടറി വരുന്നുണ്ട്. ഓക്കെ, ഇത് വെയിനാണ് വരുന്നത്. നമുക്ക് നോക്കൂ, ഈ ആർട്ടറിയെയും വെയിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്യാണ്. സർജിക്കൽ കണക്ഷൻ ആണ്. അപ്പൊ എന്താണ്? ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഉള്ളു കൊള്ളയായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പരസ്പരം യോജിച്ച് ചേർക്കുമ്പോൾ കുറേ കൂടി ഉൾവിസ്ഥാനമുള്ള ഒരു ബ്ലഡ് വെസൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ അവിടെ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ആർട്ടറിയും വെയിനും തമ്മിൽ പരസ്പരം സർജറിയിലൂടെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫിസ്റ്റുല നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ എന്തുണ്ടാവും? അതാണ് എ ബി ഫിസ്റ്റുല കേട്ടോ. ഇനി നോക്കൂ, ഓഫൺ എ ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം ഇഫ് ദ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജ് ഓർ ഹെൽത്തി ഇനഫ്. ഇറ്റ് ക്യാൻ ആൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ഫിസ്റ്റുല എവിടെ ക്രിയേറ്റ് ചെയ്യുക? കൈകളിലാണ് അല്ലെ? കൈയുടെ നമ്മുടെ ആം കേട്ടോ, കൈത്തണ്ടയുടെ ഭാഗത്താണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇനി ഇൻ കേസ് നമ്മുടെ കൈത്തണ്ടയില് ഈ പറയുന്ന ആർട്ടറി അധികം ഹെൽത്തി അല്ലാന്ന് വിചാരിക്കാം, ഹെൽത്തി അല്ല അല്ലെങ്കിൽ വേണ്ടത്ര വലുപ്പം ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്കത് എവിടെയും ചെയ്യാം, ലെഗിലും ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ പൊതുവേ നമ്മുടെ ആമിലാണ്, കൈത്തണ്ടയിലാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. പക്ഷെ എന്താണ്, ഏതെങ്കിലും കാരണവശാൽ ആ വെയിൻ അത്ര ലാർജ് അല്ല, ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എവിടെയും ചെയ്യാം, ലെഗിനകത്തും ചെയ്യാം. മനസ്സിലായോ? അതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഇനി നോക്കൂ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ്. ടെമ്പററി കഴുത്തിന് എന്താണ് പ്രശ്നം മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് ശ്രദ്ധിക്കുക. നോക്കണേ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ് ആസ് ഇറ്റ്സ് ഫോർംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ് കേട്ടോ. ഞാനിപ്പോ ഇത് വായിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ വി ഫിസ്റ്റുല എന്താണെന്നും എ വി ഗ്രാഫ്റ്റ് എന്താണെന്നും കത്തീറ്റർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു മാത്രമേ നമ്മൾ പോകുള്ളൂ, വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നാണ് കേട്ടോ അങ്ങനെ വിചാരിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. Okay. It is the most natural access site as it's formed from the blood vessels. ഇതെന്ന് പറഞ്ഞ എന്താണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണ്. കാര്യം എന്താണ്, നമ്മൾ ഫോറിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല അല്ലെ. കാര്യം ആർട്ടറിയും വെയിനെയും നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നു, ഒരു സർജറിയിലൂടെ കണക്ട് ചെയ്യുന്നു. കാര്യം ഫോറിൻ ആയിട്ട് ഒന്നും തന്നെ ഒരു മെറ്റീരിയൽസ് നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്താന്ന് പറയാം, ഒരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണെന്ന് പറയാം കേട്ടോ. നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. കാരണം എന്താണ്, ഇറ്റ്സ് ഫോർംഡ് ഫ്രം ദ ബ്ലഡ് വെസൽസ്. മനസ്സിലായല്ലോ? ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അത് മാത്രമല്ല ഇതിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്, ഇൻഫെക്ഷൻ വരാനും ക്ലോട്ടിങ് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇതിന് എ വി ഫിസ്റ്റുലയ്ക്ക്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എൻ ആർട്ടറി ആൻഡ് വെയിൻ. ഒരു ആർട്ടറി വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷനെയാണ് നമ്മൾ എ വി ഫിസ്റ്റുല എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് കൈത്തണ്ടയിലാണ്, ആമിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് ആമിനകത്തുള്ള വെയിനുകൾ അത്ര ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ, അത്ര ലാർജ് വേണ്ടത്ര വരും, അത്യാവശ്യം ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് ഡയാലിസിസ് മുഴുവൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഒരു ഫിസ്റ്റുലയിലൂടെയാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ആരംഭിക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇൻ കേസ് ഈ പറയുന്ന വെയിൻ അത്ര ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എന്തിലും ചെയ്യാം, കാലുകളിലും ചെയ്യാമെന്നാണ് പറയുന്നത്. മനസ്സിലായി? കൈത്തണ്ടയിൽ ചെയ്യുന്നതിന് പകരം കാലുമ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്, ഇറ്റ് ഇസ് എ പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റ്. ഒരു സ്ഥിരമായിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ആണ്. അത് മാത്രമല്ല ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. ഓക്കെ. അതിന് ഇൻഫെക്ഷൻ വരാനും ക്ലോട്ടിങ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് എ വി ഫിസ്റ്റുലയിൽ നിങ്ങൾ ഓർക്കേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കി, ഇതിനകത്ത് ആർട്ടറിയും വെയിനും തമ്മിൽ കണ്ടോ സർജറിയിലൂടെ കണക്ട് ചെയ്ത് ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിസ്റ്റുലയിലേക്കാണ് നമ്മൾ ഡയാലിസിസ് മെഷീനെ കണക്ട് ചെയ്യുന്നത്. ഫിസ്റ്റുലയിലോട്ടാണ് ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അത്യാവശ്യം ഉൾവിസ്ഥാനമുള്ള ഒരു ഒറ്റ ബ്ലഡ് വെസൽ പോലെയായി അല്ലെ. ഇതിലൂടെ എന്ത് ചെയ്യും, നല്ല ഫ്ലോയിൽ ഇങ്ങനെ ബ്ലഡ് വരും. നല്ല ഫ്ലോയിൽ ബ്ലഡ് വരുമ്പോ ഇവിടേക്ക് നമ്മൾ ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യാണ്. ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്ത് 2 നീഡിൽസ് ആണ് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ആരും കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സ് ആവില്ലേ എന്നൊരു ചോദ്യം വന്നിരുന്നു അല്ലെ. മിക്സ് ആവോ എന്ന് ചോദിച്ചാൽ ചെറിയ അളവിൽ മിക്സ് ആവും. പക്ഷെ ആ മിക്സിങ്ങിനെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ട് മിക്സ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിൽ മിക്സിങ് വരും അതിനകത്ത്. പക്ഷെ നമുക്ക് ആ മിക്സിങ്ങിന്റെ ആ ഒരു ലെവല് നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഫിസ്റ്റുല ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിസ്റ്റുലേനെ നമ്മൾ ഡയാലിസിസ് മെഷീനായിട്ട് കണക്ട് ചെയ്യും. അതിനകത്ത് 2 നീഡിൽസ് യൂസ് ചെയ്യും. 2 നീഡിൽ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും, ഫിസ്റ്റുലയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതിനകത്ത് ഒരു നീഡിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ബ്ലഡിനെ റിമൂവ് ചെയ്തിട്ട് മെഷീനിനകത്തേക്ക് കടത്തിവിടും. എന്നിട്ട് ഡയാലൈസറിലൂടെ കടത്തിവിട്ട് ഫിൽട്ടർ ചെയ്ത് വരും. മറ്റേ നീഡിൽ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ വളരെ സേഫ് ആയിട്ട് ഇതേ ഫിസ്റ്റുലയിലൂടെ തന്നെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടും.
മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഒരു മിക്സിങ്ങിന് അവര് ഒരു പരിധി വരെ കുറയ്ക്കുക. അങ്ങനെ 2 നീഡിൽസ് ഇൻസേർട്ട് ചെയ്യും. ഒരു നീഡിൽ വന്നിട്ട് ബ്ലഡിനെ റിമൂവ് ചെയ്ത് മെഷീനകത്തേക്ക് കടത്തി വിടും. മറ്റേ നീഡിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്ത് വരുന്ന ബ്ലഡ് ഉണ്ടല്ലോ, അതിന് എന്ത് ചെയ്യും, വളരെ സേഫ് ആയിട്ട് തന്നെ ഈ പറയുന്ന ഫിസ്റ്റുലയിലൂടെ തന്നെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. 4-5 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതൊരു പക്ഷെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യും. മനസ്സിലായല്ലോ? ഇതാണ് AV ഫിസ്റ്റുല. ക്ലിയർ ആയല്ലോ? കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ബ്ലഡിനെ നമ്മൾ ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തി വിടുന്നു. അതിലൂടെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ചെന്താണ് അതുവഴി തന്നെ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടും. പിന്നെ സാധാരണയായിട്ട് AV ഫിസ്റ്റുല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നില്ല? ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ആ, അപ്പം ഇതിനകത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, AV ഫിസ്റ്റുല. പിന്നെ എന്താന്ന് വെച്ചാല് AV ഫിസ്റ്റുല സർജറി ചെയ്തതിന് ശേഷം ഉടനടി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് കുറഞ്ഞത് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലൂടെ ഡയാലിസിസ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സർജറി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സർജറി ചെയ്യുമ്പോൾ. കാരണം ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള, അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ഒരു ആർട്ടറി വെയിൻ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അവ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക റേഡിയോളജിസ്റ്റിന്റെ സഹായം ഉപയോഗിക്കും. അവരാണ് സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ആർട്ടറി ആദ്യം ഒരു കണ്ടുപിടിക്കും. അത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സർജറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതാണ് AV ഗ്രാഫ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ നമ്മൾ കണക്ഷൻ ഓഫ് ആർട്ടറി ആൻഡ് വെയിൻ എന്ന് പറഞ്ഞ ത്രൂ എ ഹോളോ സിന്തറ്റിക് ട്യൂബ്, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ചിത്രം നോക്കിയേ, നിങ്ങൾ കണ്ടോ? ചിത്രം കണ്ടില്ലേ? ഇവിടെ ആർട്ടറിനെ വെയിനെ നേരിട്ടാണോ കണക്ട് ചെയ്തേക്കുന്നത്? നേരിട്ട് തന്നെ, പക്ഷെ എന്തിലൂടെയാണ്? കണ്ടോ, ഗ്രാഫ്റ്റ്. ഒരു യു ഷേപ്പിൽ ഒരു ഗ്രാഫ്റ്റ് നിങ്ങൾ കാണുന്നില്ലേ ചിത്രത്തിനകത്ത്? കണ്ടോ, ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. An arteriovenous AV graft is a kind of access used for hemodialysis. ഇതും ഒരു വാസ്കുലർ ആക്സസ് ആയിട്ടാണ് കേട്ടോ. The graft is normally placed in the arm but may be placed in the leg if needed. നേരത്തെ പോലെ തന്നെ നമ്മൾ പൊതുവെ കൈത്തണ്ടയിലാണ് ചെയ്യുക. ഇപ്പൊ അവിടെ ഇല്ലാത്ത പക്ഷം നമ്മൾ എവിടെ ചെയ്യുന്നത്? കാലിലും ചെയ്യും കേട്ടോ. ഇനി an AV graft is the connection of a vein and an artery that uses a hollow synthetic tube. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കേട്ടോ. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കണക്ഷൻ ഓഫ് എ വെയിൻ ആൻഡ് ആൻ ആർട്ടറി ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ആ ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, വൺ എൻഡ് ഓഫ് ദ ട്യൂബ്, ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് ട്യൂബ്. വൺ എൻഡ് ഓഫ് ദ ട്യൂബ് നമ്മൾ അറ്റാച്ച് ടു ആൻ ആർട്ടറി. കണ്ട, ഒരറ്റം നമ്മൾ ആർട്ടറി ആയിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്? ആൻഡ് അതർ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു വെയിൻ. മറ്റേത് നോക്കൂ, വെയിൻ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നോക്കൂ, ആർട്ടറി വെയിനും തമ്മിൽ ത്രൂ ഒരു ട്യൂബ് വഴിയായിട്ട് ഒരു കണക്ഷൻ വരികയാണ്. എന്നിട്ട് this connection results in blood flowing from the high flow, high pressure artery through the graft and into the low flow, low pressure vein. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആർട്ടറിയിലൂടെ വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറിൽ വരുന്ന ബ്ലഡ് ആണ്. അതായത് നല്ല ഉയർന്ന മർദ്ദത്തില് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് വരുന്ന ആ ഒരു ബ്ലഡ് ആർട്ടറിയിൽ നിന്നും ഇങ്ങോട്ട് പോവാണ് ലോ പ്രഷറുള്ള, താഴ്ന്ന മർദ്ദമുള്ള, താഴ്ന്ന ഫ്ലോയിലുള്ള വെയിനിലോട്ട് പാസ് ചെയ്യാണ്. ഇവിടെ നല്ല ശക്തമായിട്ട് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്തിട്ട് പ്രഷർ കുറഞ്ഞ വെയിനിലോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ചെയ്ത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കാണ്? കോൺസിക്വന്റ്ലി ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഗ്രാഫ്റ്റ് provides a flow rate that will supply the enough blood to provide a suitable hemodialysis treatment.
മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ശക്തമായിട്ട് ഒഴുകുമ്പോൾ അത് എന്ത് ചെയ്യും, ഒരു ഫ്ലോ റേറ്റ് അവിടെ ഉണ്ടാക്കുകയാണ്. ഒരു ഫ്ലോ റേറ്റ് കീപ്പ് ചെയ്യും, നല്ല ശക്തമായിട്ട് ബ്ലഡ് പോവാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ഇവിടേക്കാണ് ഈ ഒരു ഗ്രാഫ്റ്റിലോട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുക, ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യുക. കാരണം നല്ല ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നല്ല ഫ്ലോ റേറ്റ് ഉണ്ട്. ഇവിടേക്ക് ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നല്ല എമൗണ്ട് ബ്ലഡ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് തിരിച്ച് കയറ്റി വിടാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ. An AV graft provides a solution for small or weak veins. അപ്പൊ വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ആണെന്ന് വിചാരിക്കുക, വളരെ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ആണ്, വളരെ ചെറിയ വെയിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏത് വാസ്കുലർ ആക്സസ് ആയിട്ടാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുക, ഈ പറഞ്ഞ AV ഗ്രാഫ്റ്റ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ വെയിൻ കൂടുതൽ വളരെ വീക്ക് ആണ്, വളരെ സ്മോൾ ആണെങ്കിൽ നമ്മൾ ഏത് വാസ്കുലർ ആക്സസ് ആയിട്ടാണ് ഉപയോഗപ്പെടുത്തുക, AV ഗ്രാഫ്റ്റ് ആണ് കേട്ടോ നമ്മളോട് ചെയ്യാം. AV ഫിസ്റ്റുലയല്ല അത്തരം കേസുകളിൽ നമ്മൾ ചെയ്യുക, AV ഗ്രാഫ്റ്റ് ആയിരിക്കും ചെയ്യുക. കാര്യം വെയിൻ വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഒരു അഡീഷണൽ സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവും? അതുകൊണ്ടാണ് എക്സ്റ്റേണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഗ്രാഫ്റ്റിന്, ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോറിൻ മെറ്റീരിയൽ ആണ് അല്ലെ, അതിനെ നമ്മൾ ഇവിടേക്ക് ഘടിപ്പിക്കണം. അപ്പൊ അതിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് കാരണം ഈ വെയിൻ വളരെ വീക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. വീക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പരസ്പരം എന്ത് ചെയ്താൽ മതി, ഫിസ്റ്റുല ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലായല്ലോ? AV graft എന്ന് പറഞ്ഞാൽ the connection of vein and artery through a hollow synthetic tube, that is called graft. പിന്നെ ഇതും എന്ത് തന്നെയാണ്, ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ടാണ് കേട്ടോ. ഫിസ്റ്റുലെ പോലെ തന്നെ ഇതും ഒരു പെർമനന്റ് വാസ്കുലർ ആക്സസ് ആയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ മാത്രമല്ല എന്താണ്, ഫിസ്റ്റുലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്താണ് കേട്ടോ പറയുന്നത്. ഫിസ്റ്റുലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇൻഫെക്ഷൻ വരാനുള്ളൊരു സാധ്യത ഇതിനുണ്ട്, AV ഗ്രാഫ്റ്റിനുണ്ട് കേട്ടോ. അത് പൂർണ്ണമായിട്ടും ഫിസ്റ്റുല പോലെ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് ഇതിനുണ്ട് AV ഗ്രാഫ്റ്റിനുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു എന്താ പറയാ, ഒരു പുറത്തുനിന്നൊരു ഗ്രാഫ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ഘടിപ്പിക്കുന്നുണ്ട് അല്ലെ. മറ്റേതൊരു നാച്ചുറൽ ആക്സസ് ആയിട്ടാണ് എന്ന് വെച്ചാൽ വേറെ ഒന്നും നമ്മൾ പുറത്തുനിന്ന് വെക്കുന്നില്ല, നമ്മുടെ നോർമലി ഉള്ള വെയിൻ മാത്രമേ നമ്മൾ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യുന്നത് മാത്രം. പക്ഷെ ഇത് നമുക്ക് നാച്ചുറൽ ആക്സസ് ആയിട്ട് പറയാൻ പറ്റും, പറയാൻ പറ്റില്ല. കാര്യം ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഗ്രാഫ്റ്റ് നമ്മൾ ഇതിനകത്ത് ഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഒന്നിനെ അപേക്ഷിച്ച് കുറേയും കൂടെ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആയല്ലോ AV ഗ്രാഫ്റ്റ്? അത് മനസ്സിലാക്കി വെക്കാം. ഇനി എത്തരം സന്ദർഭങ്ങളിലാണ് AV ഗ്രാഫ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? വെയിൻ വളരെ വീക്ക് ആണ്, സ്മോൾ ആണെങ്കിൽ നമ്മൾ ഏത് ആക്സസ് ആയിട്ട് ഉപയോഗപ്പെടുത്തും, AV ഗ്രാഫ്റ്റ് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, മൂന്നാമത്തെയാണിത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. കത്തീറ്ററിന്റെ കേസ് എന്തിനാ ഞാൻ പറഞ്ഞത്, ഫിസ്റ്റുല ചെയ്യുമ്പോഴായാലും ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴായാലും നമുക്ക് ഉടനായിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു രോഗിക്ക് ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഡയാലിസിസ് ചെയ്യാണ്ട് ജീവൻ നിലനിർത്താനും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ കത്തീറ്റർ ആണ് പ്ലേസ് ചെയ്യുക. കത്തീറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത്, വലത് ഭാഗത്താണ് കേട്ടോ, അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ കത്തീറ്റർ ഘടിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ അതൊരു പെർമനന്റ് ആക്സസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു ടെമ്പററി ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നതിന്റെ അതേ സമയത്ത് തന്നെ നമ്മൾ ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ, യൂഷ്വലി ഇൻ യുവർ നെക്ക്, ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്, അതൊരു പെർമനന്റ് അല്ലാതെ അല്ലെ, ലോങ് ടേമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിൽ ഉപയോഗപ്പെടുത്തുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. ഓക്കെ, കത്തീറ്റർ ആണ്. അതേസമയം നിങ്ങളോട് ചോദിക്കാണ് ഒരു ലോങ് ടേം എന്താ പറയാ ഹീമോഡയാലിസിസിനായിട്ട് എന്തൊക്കെ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അത് AV ഫിസ്റ്റുലെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം, AV ഗ്രാഫ്റ്റും ഉപയോഗിക്കാം. അതേസമയം ഷോർട്ട് ടേമിൽ ഉപയോഗിക്കുന്നത് കത്തീറ്റർ. If kidney disease has progressed rapidly, a patient may not have time for the placement for an AV fistula or AV graft before beginning the hemodialysis treatment. ഇത് പറഞ്ഞ കാര്യമാണ്. പെട്ടെന്ന് രോഗിയുടെ കണ്ടീഷൻ മോശമാവാണെങ്കിൽ ഈ ഫിസ്റ്റുല ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ്
അത് 3 നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാം, ഒരു ലോങ് ടേം ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണ്? അപ്പൊ ഓപ്ഷനിൽ അങ്ങനത്തെ ഏത് ഫിസ്റ്റുല ഉണ്ടാവും, ഗ്രാഫ്റ്റ് ഉണ്ടായിരിക്കും, കത്തീറ്റർ ഉണ്ടായിരിക്കും, ബോത്ത് എ ആൻഡ് ബി എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ രണ്ടും ഉൾപ്പെടും, ഫിസ്റ്റുലയും വരും ഗ്രാഫ്റ്റും വരും. അപ്പൊ എന്താ ഓപ്ഷൻ വരാം? ബോത്ത് എ ആൻഡ് ബി അല്ലെ, രണ്ടും അതിനകത്ത് ഉപയോഗപ്പെടുത്താം. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഷോർട്ട് ടേം ഹീമോഡയാലിസിസിനായിട്ട് ഉപയോഗിക്കുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണ്? ഏതായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യാം? ആക്സസ് കത്തീറ്റർ ആണ് ഉപയോഗിക്കുക. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാണ്? നാച്ചുറൽ ആയിട്ടുള്ളത് ഏതാണ്? AV ഫിസ്റ്റുലയാണ്. കാര്യം അതൊരു സർജിക്കൽ കണക്ഷൻ മാത്രമാണ് അവിടെ വരുന്നത്. ചോദിക്കാണ്, പെർമനന്റ് വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും. അതേസമയം ടെമ്പററി വാസ്കുലർ ആക്സസ് സൈറ്റ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് AV കത്തീറ്റർ ആണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വെയിനുകൾ വളരെ വീക്കായിട്ട് സ്മോൾ ആവുന്ന കേസുകളിൽ ഏത് എന്താ പറയുക വാസ്കുലർ ആക്സസ് സൈറ്റ് ആയിരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക? ഏതായിരിക്കും? അത് AV ഗ്രാഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ പല രീതിയിൽ എന്ത് വരാം ക്വസ്റ്റ്യൻസ് അതിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളോട് ചോദിക്കാം, ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ, റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്ങിന് സാധ്യതയുള്ളത്, ഏറ്റവും കുറവ് ഇൻഫെക്ഷൻ വരുന്ന ശരിക്കും ഇതിനാണ് AV ഫിസ്റ്റുലയ്ക്കാണ്. മനസ്സിലാക്കുക, അതിനാണ് ഏറ്റവും ഇൻഫെക്ഷൻ കുറവ്. ഗ്രാഫ്റ്റ് വരുമ്പോൾ ഇൻഫെക്ഷൻ എന്താണ് കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ് ഫിസ്റ്റുല അപേക്ഷിച്ച് നോക്കുമ്പോൾ കേട്ടോ. അതേസമയം ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടിയത് ഏതാണ്? അത് AV കത്തീറ്റർ ആണ് കേട്ടോ. കത്തീറ്റർ ആണ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനെ എക്സ്പെക്ട് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വായിക്കാം. എ നെഫ്രോളജിസ്റ്റ്. ആരാണ് നെഫ്രോളജിസ്റ്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചപ്പോ നെഫ്രോളജി പറഞ്ഞപ്പോ നെഫ്രോളജിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹീസ് എ ഡോക്ടർ ഹൂ സ്പെഷ്യലൈസസ് ഇൻ കിഡ്നി പ്രോബ്ലംസ്. ഓക്കെ, എന്താണ് കിഡ്നി പ്രോബ്ലംസിന് വിദഗ്ധനായിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതിന്റെ ഞാൻ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട്, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ വരുന്ന എന്താണ്? ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്? ആരാണ്? നമുക്ക് വായിക്കാം. എ ഡോക്ടർ ഹു യൂട്ടിലൈസസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ആൻഡ് പെർഫോംസ് ദ വീനസ് catheter placement procedure in a hospital or an outpatient center. ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകള്? ഈ പറയുന്ന catheter placement procedure ഒക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സർജറികളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണർ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. നിങ്ങൾ റേഡിയോളജി പഠിച്ചോ? നിങ്ങള് റേഡിയോളജി സർവീസസ് പഠിച്ചിരുന്നോ? തുടങ്ങിയോ ചാപ്റ്റർ? അതോ പഠിച്ചു കഴിഞ്ഞോ? ഇന്ന് റിപ്ലൈ ഇടാമോ? പഠിച്ചിട്ടില്ല, തുടങ്ങാൻ പോകുന്നത് അല്ലെ. ഓക്കെ, അതിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റേഡിയോളജിസ്റ്റ് ആരാണ് കേട്ടോ. ഈ റേഡിയോളജി സർവീസസ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്കാനിങ്ങുകൾ അങ്ങനെയുള്ളത്. എന്തുകൊണ്ടാണ് നമുക്കൊരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ ആവശ്യം വരുന്നത്? കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിൻ അല്ലെങ്കിൽ ആർട്ടറിനെ കണ്ടുപിടിക്കാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ. ഓക്കെ, അത് കാര്യം നമ്മൾ പിന്നീട് പെർമനന്റ് ആണത്. കാരണം അത് കണ്ടുപിടിച്ച് അതിലൂടെ നമ്മൾ സർജറി ചെയ്ത പിന്നീടുള്ള കാലം ഡയാലിസിസ് മുഴുവൻ നമ്മൾ ചെയ്യുന്ന അതിലൂടെയാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൻ ആൻഡ് ആർട്ടറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന റേഡിയോളജിസ്റ്റുകളുടെ സഹായം ആവശ്യം വരും. അവരാദ്യം സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവരതിലൂടെ കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ സർജറി ഒക്കെ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സർജറികൾ ചെയ്യുമ്പോൾ ഒരു നെഫ്രോളജിസ്റ്റിന്റെയും ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെയും എന്താണ് ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഈ ഒരു കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഹിസ് എ ഡോക്ടർ ഹു യൂട്ടിലൈസസ് ദ മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ്, അതായത് അൾട്രാസൗണ്ട് സ്കാനിങ്ങും പിന്നെ എന്താ പറയുക എക്സ്റേ അങ്ങനത്തെ ഇമേജിംഗ് ടൂൾസുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സിക്യൂട്ട് ദ ഓപ്പറേഷൻസ് ആൻഡ് പെർഫോംസ് ദ വീനസ് catheter placement procedure in a hospital or an outpatient center. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്? ദ പേഷ്യന്റ് ഗെറ്റ്സ് local anesthesia and sedation to be calm and relaxed in the course of this procedure. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ, കാര്യം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്,
തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പേഷ്യൻസിന് ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുക്കേണ്ടതായിട്ട് വരും, അവരത് സെഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് ലോക്കൽ അനസ്തീഷ്യ അല്ലെങ്കിൽ സെഡേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുക. കാര്യം എന്താണ്? പേഷ്യന്റ് വളരെ റിലാക്സ് ചെയ്ത് കാമായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സർജറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ലോക്കൽ അനസ്തേഷ്യ ആണ് കൊടുക്കുക. ലോക്കൽ അനസ്തേഷ്യയെ കുറിച്ചൊക്കെ ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഓക്കെ, അടുത്തതാണ് ഇത് വീനസ് കത്തീറ്റേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ഫോർ ദ ലോങ് ടേം യൂസ്. ലോങ് ടേം യൂസിന് ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്താ വീനസ് കത്തീറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് മാത്രമേ അത് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. കാര്യം എന്താണ്? വിത്ത് എ വീനസ് കത്തീറ്റർ എ പേഷ്യന്റ് മേ ജനറേറ്റ് എ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ an infection or cause the vein to narrow. നമ്മൾ ഈ കത്തീറ്റർ, വീനസ് കത്തീറ്റർ ഘടിപ്പിക്കുമല്ലോ, നമ്മുടെ ഈ കഴുത്തിന്റെ അതിൽ കൂടെ ഹോൾ ചെയ്തിട്ട് കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല, ഇൻഫെക്ഷനോ ബ്ലഡ് ക്ലോട്ടോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ബ്ലഡ് വെസൽ എന്ത് ചെയ്യും? ചുരുങ്ങും, നാരോ ഭയങ്കരമായിട്ട് ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ബ്ലഡിന് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. അതുമൂലം വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിനകത്ത് വരും. മനസ്സിലായല്ലോ? However, if a patient wants to start the hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നിർവാഹമുള്ളൂ? വീനസ് കത്തീറ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അത് നമുക്കൊരു ഏതാനും ആഴ്ചകൾ മാസങ്ങളോളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എന്താവുന്നത് വരെ? ഈ പറയുന്ന AV ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റ് മെച്ചുവർ ആവുന്നത് വരെ. ഞാൻ പറഞ്ഞല്ലോ, ഈ കത്തീറ്റർ ഘടിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഫിസ്റ്റുല ഗ്രാഫ്റ്റ് മെച്ചുവർ ആവുന്ന സമയം വരെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കത്തീറ്റർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? ബോത്ത് ദ AV ഫിസ്റ്റുല ആൻഡ് AV ഗ്രാഫ്റ്റ് ആർ ഔട്ട്ലൈൻഡ് ഫോർ ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ലോങ് ടേം ഡയാലിസിസ് ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റുമാണ് കേട്ടോ. പിന്നെന്താണ്? People who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. 2 to 3 months അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫിസ്റ്റുല കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി people who receive AV graft will be ready in 2 to 3 weeks. അതും അണ്ടർലൈൻ ചെയ്തിടാം. ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു 2-3 ആഴ്ചകൾ എടുക്കും കേട്ടോ. 2-3 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് പിന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Catheters are outlined for short-term temporary use. വീണ്ടും പറയാണ്, കത്തീറ്റർ എപ്പോഴും ഷോർട്ട് ടേം യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ക്ലിയർ ആയോ? അതോടുകൂടി നമ്മുടെ ഹീമോഡയാലിസിസ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഹീമോഡയാലിസിസ് അവിടെ കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണല്ലോ? അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ ഒന്ന് വായിക്കുന്ന സമയത്ത് അതൊക്കെ മനസ്സിൽ ഉണ്ടാവുക കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വായിക്കാം. ഇനി നമ്മള് രണ്ടാമത്തത് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. അതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പൊ നമുക്ക് ജസ്റ്റ് അത് ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. ആദ്യം ജസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാം, അതിനുശേഷം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? ശ്രദ്ധിച്ചു കേൾക്കാം. ഹീമോഡയാലിസിസിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ്? രക്തം നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായല്ലോ? ഹീമോഡയാലിസിസിൽ എന്താ? ബ്ലഡ് നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവന്നിട്ടാണ് അത് പ്യൂരിഫൈ ചെയ്യുന്നത്. പക്ഷെ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഹീമോഡയാലിസിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രക്തം ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. ദാറ്റ് ഈസ് കോൾഡ് എന്ത്? പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഈ പെരിറ്റോണിയൽ അല്ലെ? എന്താണ് ഈ പെരിറ്റോണിയൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ പെരിറ്റോണിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമൻ ഉണ്ട് അല്ലെ, നമ്മുടെ ഉദരഭാഗമുണ്ട്. അവിടെ ഒരുപാട് ഓർഗൻസുകൾ ഉണ്ട് അല്ലെ. ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, പിന്നെ ഈ പറയുന്ന കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അല്ലെ നമ്മുടെ അബ്ഡോമൻ പോർഷനിൽ. അപ്പൊ ഈ പറയുന്ന ഉദരത്തിനുള്ളിലെ എല്ലാ അവയവങ്ങളെയും ഒതുങ്ങി സൂക്ഷിക്കുന്ന ഒരു നേർത്ത സ്ഥലം അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ,
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെരിറ്റോണിയം എന്ന് പറയുന്നത്. അതല്ലേ വയറിനുള്ളിലെ ക്യാവിറ്റിയാണ് കേട്ടോ, വയറിനുള്ളിലെ ക്യാവിറ്റിയാണ്. അതായത് നമ്മുടെ ഉദരത്തിനകത്തുള്ള എല്ലാ അവയവങ്ങളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ മെംബ്രെയിൻ, ഒരു കവറിങ്, അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പോ ഈ പെരിറ്റോണിയത്തിന് ഒരു കഴിവുണ്ട്, എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന ബ്ലഡിനകത്തുള്ള അധികമായിട്ട് വരുന്ന ദ്രവങ്ങള്, അതുപോലെ തന്നെ ഫ്ലൂയിഡുകൾ, അതിനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള, വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ആക്കുന്നുണ്ട് പെരിറ്റോണിയത്തിനുണ്ട്. ആ ഒരു കഴിവാണ് നമ്മൾ ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിലായല്ലോ? ഇവിടുത്തെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും? പെരിറ്റോണിയം തന്നെയാണ് ഇവിടുത്തെ ഫിൽറ്റർ. മറ്റേ ഹീമോഡയാലിസിസിൽ നമ്മൾ ഡയാലിസിസ് മെഷീനകത്തൊരു ഫിൽറ്റർ ഉണ്ട് അല്ലെ, ഡയലൈസർ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ഉണ്ട്. എന്നതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിനകത്ത് ഫിൽറ്റർ എന്ന് നമുക്ക് പറയാവുന്നത് ആരെയാണ്? പെരിറ്റോണിയത്തിന്റെ തന്നെയാണ്. കാരണം അതിനാണ് കപ്പാസിറ്റി, ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്തു പോകുമ്പോൾ അതിനകത്ത് നിന്നും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാധനങ്ങൾ വലിച്ചെടുക്കാൻ ഒരു കഴിവുണ്ട് പെരിറ്റോണിയത്തിന്. ആ ഒരു കഴിവാണ് ഈ ഒരു ഡയാലിസിസിനകത്ത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ പെരിറ്റോണിയം. ഇനി എന്താണ് ഇപ്പൊ പെരിറ്റോണിയം എന്താണെന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് പഠിക്കുന്നത് എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ അബ്ഡോമിന്റെ ഭാഗത്ത്, ഓക്കെ, ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ഈ ചിത്രത്തിന് ഇതാണ് നമ്മുടെ അബ്ഡോമൻ പോർഷൻ അല്ലെ കേട്ടോ. ഇതാണ് നമ്മുടെ പെരിറ്റോണിയം കേട്ടോ. ഈ ഒരു കവറിങ് കണ്ടോ, ഇതിനെയാണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ അബ്ഡോമിന്റെ ഭാഗത്ത് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഒരു ഹോള്, ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് അതിനകത്തുകൂടെ നമ്മളൊരു കത്തീറ്റർ ക്രിയേറ്റ് ചെയ്യണം. കത്തീറ്റർ നമുക്ക് അറിയാലോ, ഒരു എന്താ പറയാ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. ആ ഒരു കത്തീറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹോളിനകത്തൂടെ ഇങ്ങോട്ടേക്ക് കയറ്റും, നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് കയറ്റും. ഇതാണ് പെരിറ്റോണിയൽ ക്യാവിറ്റി കേട്ടോ. ഈ ഒരു ക്യാവിറ്റിക്കകത്ത് നമ്മൾ കയറ്റി വിടുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കത്തീറ്ററിലൂടെ നമ്മളൊരു സൊല്യൂഷൻ കയറ്റി വിടും. അതാണ് ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷന് നമ്മൾ എന്താ പറയാന്നറിയോ? ഡയാലിസേറ്റ് എന്നാണ് പറയാ. എന്താണ് പറയാ? ഡയാലിസേറ്റ് കേട്ടോ. അതിലോട്ട് ഇതിലേക്ക് അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ, ഡയാലിസേറ്റ്. നിങ്ങളുടെ പറഞ്ഞു പോകുന്നുണ്ട് ഡയാലിസേറ്റ് എന്നാണ്, ഫ്ലൂയിഡ് കേട്ടോ, ഡയാലിസേറ്റ് കണ്ട, ഫീൽഡ് വിത്ത് ഡയാലിസേറ്റ് കേട്ടോ. ഡയലൈസർ അല്ല, ഡയലൈസർ ഹീമോഡയാലിസിസിനകത്താണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ഫ്ലൂയിഡ് ആണ് കയറ്റി വിടുന്നത്, അതിനെ നമ്മൾ ഡയാലിസേറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ആ ഫ്ലൂയിഡ് നമ്മൾ ഈ കത്തീറ്ററിനകത്ത് കൂടെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടും, നമ്മുടെ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നിറയ്ക്കും. ഓക്കെ, നിറയ്ക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാല് നമ്മുടെ ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ ഭാഗത്തു കൂടെ പോകുന്ന ബ്ലഡ് ഉണ്ടല്ലോ, അതിലെ വെയിനും ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ ഭാഗത്തുള്ള വെയിൻസിലൂടെയും ആർട്ടറിയിലൂടെ ഒക്കെ പോകുന്ന ബ്ലഡ്, ഇതിലൂടെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡ്സുകള്, മറ്റ് ലവണാംശങ്ങളെയൊക്കെ എന്ത് ചെയ്യും? ഈ ലായനി ഇങ്ങനെ വലിച്ചെടുക്കും. ഓക്കെ, ഈ ലായനി ഉണ്ടല്ലോ, ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും, അതിലേക്ക് വലിച്ചെടുക്കപ്പെടും. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ബ്ലഡിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടാവല്ലോ, പാസ് ചെയ്യുന്ന ബ്ലഡിന് അനുസരിച്ച് അതിനുള്ള കംപ്ലീറ്റ് ഇംപ്യൂരിറ്റീസ് ഈ പറയുന്ന ഫ്ലൂയിഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഫ്ലൂയിഡ്, ഈ നിറച്ചു വെച്ചിരിക്കുന്ന ഈ ഫ്ലൂയിഡ് തിരിച്ച് നമ്മൾ ഇതേ കത്തീറ്റർ വഴിയായിട്ട് ബാഗിലാക്കിയിട്ട് എന്ത് ചെയ്ത് കളയും? ഡ്രെയിൻ ചെയ്ത് കളയും. ഇതാണ് എന്തെന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ്. മനസ്സിലായല്ലോ? അതിൽ നിന്ന് അബ്ഡോമിനകത്തൊരു ഹോൾ ഉണ്ടാക്കും, എന്നിട്ട് അതിലൂടെ നമ്മളൊരു കത്തീറ്റർ ഘടിപ്പിക്കും. എന്നിട്ട് ഈ കത്തീറ്ററിലൂടെ നമ്മളൊരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നമ്മൾ നിറയ്ക്കും കേട്ടോ. ഇതാണ് ആ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ നിറയ്ക്കുമ്പോൾ പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ ഭാഗത്തെ വെയിൻസിലൂടെയും ആർട്ടറിയിലൂടെയൊക്കെ പോകുന്ന ബ്ലഡിൽ നിന്ന് ഇംപ്യൂരിറ്റീസ്, മറ്റ് ലവണാംശങ്ങൾ ഈ ലായനി വലിച്ചെടുക്കും, ഈ ലായനിയിലേക്ക് വലിച്ചെടുക്കപ്പെടും. അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ ലായനി നമ്മൾ എന്ത് ചെയ്യാണ്? തിരിച്ച് ഇതേ കത്തീറ്റർ യൂസ് ചെയ്തിട്ട് മറ്റൊരു ബാഗിലേക്ക് നിറച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് നമ്മൾ കളയും. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ. ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, റിസ്ക് വളരെ കുറവാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഹോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, ആ ഒരു ടാസ്ക് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ വൺസ് ഈ പറയുന്ന ഒരു കത്തീറ്റർ ഘടിപ്പിച്ച് കഴിഞ്ഞാല്, വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പേഷ്യന്റിന് എന്ത് ചെയ്യാം? മറ്റാരുടെ സഹായം ഇല്ലാതെ ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ?
ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഹീമോ ഡയാലിസിസിൽ നിന്നുള്ള വ്യത്യസ്തത ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒക്കെ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല അല്ലെ? ബ്ലഡ് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നത്. പിന്നെന്താണ്, ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ട് അതിലൂടെ സൊല്യൂഷൻ നടത്തുന്നു, അതിൽ ഡയാലിസേറ്റ് എന്ന് പറയുന്നു. അതിലൂടെ ഈ പറയുന്ന ബ്ലഡിൽ നിന്നുള്ള മാലിന്യങ്ങളെ വലിച്ചെടുത്തിട്ട് പിന്നീട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമ്മളത് ഡ്രെയിൻ ചെയ്ത് കളയും. ഓക്കെ, ഏറ്റവും എന്താ പറയാ, ഏറ്റവും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കേരളത്തില് നമ്മുടെ കേരള ഗവൺമെന്റ് ഇനി വരുന്ന അവസരത്തില് ഒരു 11 ജില്ലകളുണ്ട് കേട്ടോ. 11 ജില്ലകളിൽ ഈ പറയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി അത് നമ്മുടെ കേരള ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് വരാൻ നമുക്ക് വിചാരിക്കാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാര്യം നമുക്കറിയാം, ഹീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മളത് ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം. പിന്നെ മാത്രമല്ല പേഷ്യൻസിന് അത് വളരെയധികം ഡിസ്കംഫർട്ട് ആണ് അല്ലെ. ഇതാവുമ്പോൾ നമുക്ക് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആവുമ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല ഹീമോ ഡയാലിസിസിന്റേതായ പ്രയോജനങ്ങൾ ഇതിനകത്ത് ലഭിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, വൺസ് ഒരു കത്തീറ്റർ ഘടിപ്പിക്കേണ്ട റിസ്ക് മാത്രമേ അതിനകത്ത് വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം. അപ്പൊ ഇതില് ഘടിപ്പിക്കാനുള്ള ഡയാലിസേറ്റ് സൊല്യൂഷൻ, കത്തീറ്ററുകള്, ബാഗുകള് അതെല്ലാം സൗജന്യമായിട്ട് ഈ ഒരു പദ്ധതി പ്രകാരം ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് 11 ജില്ലകളിലേക്കാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് അത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. കാര്യം തൊട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പെരിറ്റോണിയൽ ഡയാലിസിസ്. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. കാര്യം മനസ്സിലായല്ലോ? പിന്നെ വായിക്കാം. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് TD എന്നാണ് കേട്ടോ നമ്മൾ ഷോർട്ട് ആക്കി പറയാം. HD എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസും TD എന്ന് പറയുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസും ആണ്. നമുക്ക് വായിക്കാം. ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് the blood is purified inside your own body. Underline ചെയ്ത് വെക്കാം കേട്ടോ. Inside your own body instead of using a dialyzer machine. മെഷീൻ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്താണ്, ശരീരത്തിനുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നു. Okay, for this kind of dialysis, the lining of your abdomen or belly area also called peritoneum. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ലൈനിങ് ഓഫ് അബ്ഡോമൻ ഓർ ബെല്ലി കേട്ടോ. നമ്മുടെ ഉദരഭാഗത്തുള്ള ഒരു ആവരണമാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫിൽറ്റർ. ഇവിടുത്തെ ഫിൽറ്റർ ആരാണ്? പെരിറ്റോണിയം തന്നെയാണ് ഇവിടുത്തെ ഫിൽറ്റർ കേട്ടോ. ഓക്കെ, before beginning peritoneal dialysis, a minor surgery is required to place a catheter, that means soft tube, in your belly. നമ്മൾ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സർജറിയുടെ വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? ഒരു സർജറി അല്ലെങ്കിൽ പ്രൊസീജിയറിലൂടെ നമുക്കൊരു എന്ത് ചെയ്യണം? ഒരു കത്തീറ്റർ നമുക്ക് ഘടിപ്പിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് the belly area is little by little filled with dialysate. അതാണ് ഡയാലിസേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ക്ലെൻസിങ് ഫ്ലൂയിഡ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. എന്താണ് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞാൽ? ആ ലായനി എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് എ ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ് കേട്ടോ. ക്ലെൻസിങ് ഫ്ലൂയിഡ് ആണ് അത് ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ദ മിക്സ്ചർ ഓഫ് വാട്ടർ, അതുപോലെ തന്നെ സാൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്, മറ്റു പല അഡിറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടാണ് ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് നിറയ്ക്കുന്നത്. ത്രൂ ദ catheter. Okay, as the blood flows normally through the area, extra fluid and waste products are pulled out of the blood vessels and into the belly area by the dialysate solution. ഞാൻ പറഞ്ഞല്ലോ, അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. ഏതുപോലെയാണെന്ന് പറയുന്നത്? ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു കാന്തം മാഗ്നറ്റിനെ ആകർഷിക്കൂലോ? കാന്തം മാഗ്നറ്റിനെ ആകർഷിക്കില്ല, മാഗ്നറ്റ് ഇരുമ്പിനെ ആകർഷിക്കില്ലേ? അതുപോലെ എന്നതുപോലെയാണ് എന്നാണ് ഒരു പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, the fluid mixture is emptied out from your belly using the same catheter and bag that was used at the beginning of the treatment. നമ്മൾ ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് ഉപയോഗിച്ച അതേ കത്തീറ്ററും അതേ ബാഗും ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് ആ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ? കളക്ട് ചെയ്തിട്ട് അത് ഡ്രെയിൻ ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. എന്താണ് പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസ് can be done almost anywhere
if you have the supplies needed to do the treatment. ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ കത്തീറ്ററുകള്, ഈ പറയുന്ന സൊല്യൂഷൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ കീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതൊക്കെ ടൈപ്പുകളാണ് ഉള്ളത്? നമ്മൾ കണ്ട പെരിറ്റോണിയൽ പല തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആർ ഓഫ് 3 ടൈപ്സ്. പ്രധാനമായിട്ടും 3 ടൈപ്പാണ് കേട്ടോ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഒന്നാമത്തത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? ശരി. അപ്പോ ഇനി ടൈപ്സ് ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD. CAPD പല ഷോർട്ട് ഫോംസുകൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒത്തിരി ഷോർട്ട് ഫോംസുകളായി പഠിക്കുന്നത്, അതൊന്നും മാറിപ്പോകരുത് കേട്ടോ. AKA ഓർമ്മയുണ്ടല്ലോ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അത് തന്നെയാണ് കേട്ടോ ARF എന്ന് പറയുന്നത്, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അതുപോലെ തന്നെ ESKD, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, ESKD എന്നാണ് കേട്ടോ പറയാ. HD എന്താ? ഹീമോഡയാലിസിസ്. PD എന്താ? പെരിറ്റോണിയൽ ഡയാലിസിസ്. വീണ്ടും വരുന്നുണ്ട് കുറെ ഷോർട്ട് ഫോംസ്. എല്ലാം കൂടെ ആവുമ്പോ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് കേട്ടോ വീണ്ടും പറയുന്നത്. അപ്പൊ നോക്കാം, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ CAPD. CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. എല്ലാത്തിന്റെ അവസാനം PD വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ളതിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്? ആ പേരിൽ തന്നെ നമുക്ക് കുറച്ച് ഗസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആംബുലേറ്ററി എന്ന വാക്കിന്റെ മീനിങ് എന്താ? ആംബുലേറ്ററി, നീങ്ങാവുന്നത് അല്ലെ, മൂവബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. മൂവബിൾ ആയിട്ടുള്ള, സഞ്ചരിക്കാവുന്നത്, നീക്കാവുന്നത് എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ ആംബുലേറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഷീൻ ആവശ്യം വരുന്നില്ല. ഏതിന്? CAPDക്കാണ് കേട്ടോ. അതിനൊരു മെഷീന്റെ ആവശ്യം വരുന്നില്ല. എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിംഗ് ദ വേക്കിംഗ് അവേഴ്സ്. നമുക്ക് ഉണർന്നിരിക്കുന്ന സമയത്ത് ദിവസത്തില് ഒരു 3-4 പ്രാവശ്യം, 3 മുതൽ 5 പ്രാവശ്യം വരെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് ആംബുലേറ്ററി ആണെന്ന് പറയുന്നത്? ഒരു മെഷീന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ മെഷീൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മൂവബിൾ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും അത്, കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഫ്ലൂയിഡ് ജസ്റ്റ് ഒന്ന് നിറച്ചത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ എന്ത് പ്രവൃത്തികളും ചെയ്യാം അല്ലെ. ഒരു മെഷീന്റെ ആവശ്യം വരുന്നില്ല. ഒരു മെഷീനൊക്കെ വരുമ്പോഴാണ് അതിനോട് അതിനെ കണക്ട് ചെയ്ത് അതിന്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ കുറെ സമയം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ലൈൻ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ ആവശ്യമില്ല. പിന്നെ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ, ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ടൈമാണ്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങേണ്ടതായിട്ട് വരും. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്ചേഞ്ചസ് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിംഗ് വേക്കിംഗ് അവേഴ്സ്. ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്യാം. ഈ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞല്ലോ, എന്താ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു സൊല്യൂഷൻ നമ്മൾ നിറയ്ക്കുന്നതും കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൊല്യൂഷൻ നിറയ്ക്കുന്നു, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ അത് ഡ്രെയിൻ ചെയ്ത് കളയുമല്ലോ. ആ ഒരു പ്രോസസ്സിനെയാണ് അവിടെ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 3 മുതൽ 5 പ്രാവശ്യം വരെ ചെയ്യാം. ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്യാം. ഇതിനൊരു മെഷീന്റെ ആവശ്യമില്ല. ചോദിക്കാതെ ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണത്? CAPD ആണ് കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ ആണല്ലോ? ഇനി അതാണ് CAPD കേട്ടോ. ഇനി രണ്ടാമത്തത് നെക്സ്റ്റ് വരുന്നതാണ് CCPD. CCPD അതെന്താണ്? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. സൈക്ലിക് ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഒരു മെഷീന്റെ സഹായം നമുക്ക്
ആവശ്യമായിട്ട് വരും. മനസ്സിലായല്ലോ? ഇറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് എ പെർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായം നമുക്കിവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, this type of dialysis is performed automatically when the patient is sleeping. അപ്പൊ നമ്മൾ സ്ലീപ്പിംഗ് ടൈമിലെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. കാര്യം നമ്മൾ ആ സമയത്താണ് കുറച്ചധികം മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം നമുക്ക് ഒരു ചെറിയൊരു മെഷീന്റെ ഒരു സപ്പോർട്ട് അവിടെ വേണ്ടി വരും. ഈ മെഷീന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആംബുലേറ്ററി പറ്റില്ല, നീങ്ങാനും നടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീപ്പിംഗ് ടൈമിലാണ് പൊതുവെ ഈ ഒരു ഡയാലിസിസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതെന്താണ്? CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. സൈക്ലിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അങ്ങോട്ട് നീങ്ങാനും ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് സ്ലീപ്പിംഗ് ടൈമിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തതാണ് എന്ത്? IPD. IPD എന്താണ്? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇന്റർമിറ്റന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇടവിട്ട് അല്ലെ, ഓരോ ഇടവേള അതാണ് ഉദ്ദേശിക്കുന്നത്. ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇന്റർമിറ്റന്റിന്റെ പ്രത്യേകത. അപ്പൊ അതിന് പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇറ്റ് യൂസസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD. നമ്മൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ടല്ലോ, അതിനകത്ത് ഉപയോഗിക്കുന്ന സെയിം മെഷീൻ നമുക്ക് എവിടെ ഉപയോഗിക്കണം? IPDക്കകത്ത് ഉപയോഗിക്കണം. ബട്ട് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ലോങ്ങർ. പക്ഷെ എന്താണ്? ട്രീറ്റ്മെന്റ് കുറച്ച് ലോങ്ങർ ആയിരിക്കും. കാര്യം നമ്മൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഇന്റർമീഡിയറ്റ് ആണ്, ഇടവിട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് കുറെ കൂടെ ലോങ്ങർ ആയിരിക്കും അല്ലെ, ലോങ്ങർ ആയിരിക്കും. IPD ക്യാൻ ബി ഡൺ അറ്റ് ഹോം ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ ദ ഹോസ്പിറ്റൽ. IPD ആയിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചെയ്യാം? വീട്ടിൽ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഇതിങ്ങനെ ഇടവിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പൊതുവെ ഇത് എവിടെയായിരിക്കും കണ്ടക്ട് ചെയ്യുക? ഹോസ്പിറ്റലിലായിരിക്കും കണ്ടക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, വീട്ടിൽ ചെയ്യാം. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ളത് കൊണ്ടും ലോങ്ങർ ആയതുകൊണ്ടും ഇത് കുറെ കൂടെ കംഫർട്ടബിൾ എവിടെ തന്നെയായിരിക്കും? ഹോസ്പിറ്റലിലായിരിക്കും. മനസ്സിലായല്ലോ? ഇതിനകത്ത് മെഷീൻ വേണ്ടാത്ത ഏരിയയിൽ മാത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് CAPD കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസിലാണ് മെഷീൻ ആവശ്യമില്ലാത്തത്. ബാക്കി രണ്ട് CCPDക്കായാലും IPDക്കായാലും മെഷീൻ ആവശ്യമാണ് കേട്ടോ. അതാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് ഏതാണ്? അത് CAPD ആണ്. കാര്യം വേറൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടതായിട്ടും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം സന്ദർഭത്തിൽ ഒരു മെഷീൻ കണക്ട് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നീങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉണർന്നിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നത് CAPD ആണ്. അതാണ് ഏറ്റവും എളുപ്പമുള്ളത് കേട്ടോ. അതേസമയം CCPD എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അപ്പൊ അത് നമുക്ക് ഉറങ്ങുന്ന സമയത്താണ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു മെഷീൻ ആവശ്യമാണ്. മെഷീൻ വരുന്നത് കൊണ്ടാണ് അത് ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ ഇടവിട്ട് ചെയ്യേണ്ട ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതിന്റെ ട്രീറ്റ്മെന്റ് കുറെ കൂടെ ലോങ്ങർ ആയിരിക്കും. മറ്റുള്ളതിനേക്ക് അപേക്ഷിച്ച് കുറെ കൂടെ ലോങ്ങർ ആയിരിക്കും. അത് നമുക്ക് വീട്ടിൽ ചെയ്യാം. എങ്കിൽ കൂടിയും എന്താണ്? ഇടവിട്ടുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് കുറെ കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നോക്കുക. The supplies and equipment needed duration of each treatment also known as an exchange. ഞാൻ പറഞ്ഞല്ലോ, എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു ഡ്യൂറേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആ ഫ്ലൂയിഡ് നിറയ്ക്കുന്നു, തിരിച്ച് ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് കളയുന്ന ആ ഒരു പ്രോസസ്, അതാണ് അവിടെ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് പിന്നെന്താണ്? നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ will differ depending on the type of PD you are using and your medical condition. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് പരിചയപ്പെട്ടു. CAPD കണ്ടു, CCPD കണ്ടു, IPD കണ്ടു. അപ്പൊ ഇതിനകത്ത് ഏത് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉപയോഗിക്കണം എന്നുള്ളത് അല്ലെ, അതാണ് പറഞ്ഞത്. സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് നീഡഡ്, എന്തെല്ലാം എക്യുപ്മെന്റ്സുകൾ ആവശ്യമുണ്ട്. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ്, ഓരോ എക്സ്ചേഞ്ചിനും എത്ര ടൈം വേണ്ടി വരുന്നു. ആൻഡ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് പെർ ഡേ, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ സെലക്ട് ചെയ്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണെന്നും അതുപോലെ തന്നെ ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പോ അത് മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ഓരോ രോഗിയുടെയും കണ്ടീഷൻ ഒരുപോലെ ആയിരിക്കില്ല. കുറെ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പെരിറ്റോണിയൽ CAPD ചെയ്യാം. അതേസമയം അതിലും സ്റ്റേബിൾ അല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ പക്ഷെ നമുക്ക് CCPD അല്ലെങ്കിൽ IPD ഒക്കെ നമുക്ക്
ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് തീരുമാനിക്കുന്നത് ഏത് തരത്തിലുള്ള PV ആണെന്നും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെന്താണ് നോർമലി ദിസ് പ്രോസസ് ടേക്സ് എ ഫ്യൂ അവേഴ്സ്. സാധാരണയായിട്ട് ഈ ഒരു പ്രക്രിയക്ക് ഏതാനും മണിക്കൂറുകൾ പിടിക്കും. ആൻഡ് ഈസ് റിക്വയർഡ് ടു ബി റിപ്പീറ്റഡ് 4 to 6 times per day. ദിവസത്തിൽ ഒരു 4 മുതൽ 6 പ്രാവശ്യം വരെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ തുടക്കം ഈ ചാപ്റ്ററിൽ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു. തുടക്കം ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഭാഗം നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഭാഗം പറഞ്ഞില്ലേ, ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് അല്ല അതല്ലല്ലോ, വേറെ എവിടെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഓഫ് വേസ്റ്റ്, സോറി, ഇവിടെ എവിടെയോ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഏത് ടൈപ്പ് ഡയാലിസിസ് വേണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ മെഡിക്കൽ കണ്ടീഷന് അനുസരിച്ചിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഹീമോഡയാലിസിസ് വേണോ പെരിറ്റോണിയൽ ഡയാലിസിസ് വേണോ എന്നൊക്കെ തീരുമാനിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. HDയും PVയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് അല്ലേ? പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന കാര്യം ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മള് HD കഴിഞ്ഞു, നമ്മുടെ PD കഴിഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PD ഒക്കെ നമ്മൾ കണ്ടു. മെഷീൻ ഉപയോഗിക്കുന്നത് മെഷീൻ വേണ്ടാത്തത് കേട്ടോ, മെഷീൻ ആവശ്യമില്ലാത്തത് CAPDക്കാണ് കേട്ടോ. ബാക്കി CCPDക്കും IPDക്കും മെഷീൻ ആവശ്യമുണ്ട്. ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യുന്നത് CAPD ആണ്. ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നത് CCPD ആണ്. ഇന്റർമീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് IPD കേട്ടോ. അത് വീട്ടിലും ചെയ്യാം കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് പൊതുവെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? ഇനി അടുത്തതാണ് മൂന്നാമത്തെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ശരിക്കും ഡയാലിസിസ് പഠിക്കുന്ന 2 ടൈപ്പ് തന്നെ നമ്മൾ പഠിക്കുന്നുള്ളൂ, ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. ഇവിടെ പക്ഷെ മൂന്നാമതൊരു വിഭാഗം പോലെയാണ് C എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇത് മൂന്നാമതൊരു വിഭാഗം ആക്കാൻ പറ്റില്ല, കാരണം ഇനി നമ്മൾ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേറിട്ട് നിർത്തേണ്ട ആവശ്യമില്ല. എന്തായാലും ഇരിക്കട്ടെ, C എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ CRRT ട്ടാ. എന്താണ് CRRT? ഫുൾ ഫോം പഠിക്കണോട്ടാ. എന്താണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി? അത് വേറൊന്നുമല്ല, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കേട്ടോ. ഇതിനകത്തും എന്ത് ചെയ്യണം? ബ്ലഡ് വെളിയിലോട്ട് കൊണ്ടുവരണം. പക്ഷെ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഇത് ചെയ്യുന്നത്? അതാണ് വ്യത്യാസം. വളരെ ഗുരുതരമായിട്ടുള്ള രോഗികൾ, അതായത് ICU പേഷ്യൻസിന് ചെയ്യുന്ന ഡയാലിസിസ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് CRRT ആണ് കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഏത് പേഷ്യൻസിനാണ് കൊടുക്കുന്നത്? യെസ്, ICU പേഷ്യൻസ് കേട്ടോ. ICU പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്ന രോഗികളായിരിക്കും. അവർക്കായിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് CRRT കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വായിക്കാം. This therapy is used mainly in the intensive care unit for people with severe kidney failure. വളരെ ഗുരുതരമായിട്ടുള്ള വൃക്കസ്തംഭനം സംഭവിച്ചിട്ടുള്ള ICU പേഷ്യൻസിന് കൊടുക്കുന്ന മെത്തേഡാണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അത് വളരെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. എല്ലാ ഹോസ്പിറ്റലിലും അത് അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, വളരെ ചുരുക്കം ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് അങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്നുള്ളൂ. ഇനി നോക്കൂ, ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഹീമോഫിൽട്രേഷൻ. അതിന്റെ മറ്റൊരു പേര് പഠിച്ചു വെക്കണം. എന്താണ്? ഹീമോഫിൽട്രേഷൻ കേട്ടോ. അപ്പൊ CRRT എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഹീമോഫിൽട്രേഷൻ. ഓക്കെ, ഹീമോഫിൽട്രേഷൻ. ഇനി നോക്കൂ, ഇതിനകത്ത് എങ്ങനെയാണ്? എ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. അതായത് ഇവിടെ ഒരു മെഷീനിലൂടെ കടത്തിവിടുക. കാരണം ബ്ലഡ് ഹീമോഡയാലിസിസ് പോലെ തന്നെ ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഡയാലിസിസ് മെഷീനിലൂടെ കടത്തിവിടുന്നുണ്ട്. ഈ ഡയാലിസിസ് മെഷീനകത്ത് ഒരു സെറ്റ് ഓഫ് ട്യൂബ്സുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ട്യൂബുകൾ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ട്യൂബുകൾക്കുള്ളിൽ എന്തുണ്ടായിരിക്കും? ഫിൽറ്ററും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ട്യൂബിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും ഇതിനകത്ത്. അപ്പൊ അതാണ് ഈ മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. ഒരു ട്യൂബിലൂടെ ഈ പറയുന്ന മെഷീൻ ബ്ലഡ് നമ്മളിങ്ങനെ പാസ് ചെയ്യും, മെഷീനകത്തേക്ക് പാസ് ചെയ്ത് വിടുകയാണ്. എ ഫിൽറ്റർ ദെൻ എലിമിനേറ്റ്സ് ദ വേസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് വാട്ടർ. ഈ ട്യൂബിനകത്ത് ഫിൽറ്റർ ഉണ്ടായിരിക്കുമല്ലോ. ഈ ഫിൽറ്ററിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉള്ള വേസ്റ്റുകളും മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഫിൽറ്റർ ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ എന്താണ്? ദ ബ്ലഡ് ഈസ് റിട്ടേൺഡ് ടു ദ ബോഡി
together with the replacement fluid. അവിടെ നിന്ന് നോട്ട് ചെയ്യുക കേട്ടോ. The blood is returned to the body together with the replacement fluid. മറ്റ് ഹീമോഡയാലിസിസിൽ നമ്മൾ എങ്ങനെ ചെയ്തത്? ഈ പറയുന്ന ബ്ലഡിനെ തിരിച്ച് അതേ വഴി തന്നെ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടെ ബോഡിയിലേക്ക് കയറ്റിവിടും. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് അഡീഷണൽ വരുന്നുണ്ട്. പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്, തിരിച്ച് ബോഡിയിലേക്ക് കയറ്റിവിടുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് CRRT എന്ന് പറഞ്ഞ് മനസ്സിലായോ? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പിയാണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. അത് ICU പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് HD ആണ് കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് ആണ്. ഇതിനകത്ത് നമ്മൾ ബ്ലഡ് മെഷീനിലൂടെ പാസ് ചെയ്യാണ്. ഈ മെഷീനകത്ത് ഒരു സെറ്റ് ഓഫ് ട്യൂബ്സുകൾ ഉണ്ട്. ഈ ട്യൂബിനകത്ത് ഫിൽറ്ററും ഉണ്ട്. ഇതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ പ്യൂരിഫൈ ചെയ്യപ്പെടും. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ഒരു റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്, ബോഡിയിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ICU പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് നോർമൽ ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അതിന് ഒരു ബോഡി സ്ട്രെങ്ത് അവർക്ക് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല അവർക്ക് മറ്റു പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു 24 hour ഡയാലിസിസ് ആണ് കേട്ടോ. 24 hour ഡയാലിസിസ് ആണ്, കണ്ടിന്യൂസ് ചെയ്യുന്ന ഡയാലിസിസ് ആണ്. കാര്യം മറ്റുള്ള രോഗികളുടെ പോലെ എന്താ പറയാ വളരെ സ്പീഡപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്ര സ്പീഡിൽ ഒന്നും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്ന രോഗികളാണല്ലോ. അപ്പൊ അവർക്കിടെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സാവകാശമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു 24 hour ഡയാലിസിസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദിസ് പ്രൊസീജിയർ ഇസ് ഡിസ്ചാർജ്ഡ് 12 to 24 hours a day, നോർമലി എവറി ഡേ. എല്ലാ ദിവസവും ഫുൾ ഡേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. മറ്റേത് ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന പ്രോസസ് ആണെങ്കിൽ ഇത് 24 hour ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡിക്ക് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CRRT എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ പല ടൈപ്പ് ഡയാലിസിസുകളാണ് കേട്ടോ കണ്ടത്. ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ AV ഫിസ്റ്റുല എന്താണെന്നും ഗ്രാഫ്റ്റ് എന്താണെന്നുള്ളതും കത്തീഡ്ര എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ലോങ് ടേം ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത് ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ആണ്. ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നത് കത്തീഡ്ര ആണ്. ഏറ്റവും കൂടുതൽ അതുപോലെ നാച്ചുറൽ വാസ്കുലർ ആക്സസ് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ AV ഫിസ്റ്റുലയാണ്. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷന് സാധ്യത കുറവുള്ളത് AV ഫിസ്റ്റുലയ്ക്കാണ് കേട്ടോ. അതേസമയം ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷന് സാധ്യതയുള്ളത് AV കത്തീഡ്രലിനാണെന്നുള്ളതും ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു AV ഫിസ്റ്റുല ചെയ്താൽ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമേ നമുക്ക് ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. AV ഗ്രാഫ്റ്റ് ആണെങ്കിൽ 3-4 ആഴ്ചകൾ, മാസമല്ല 3-4 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി. രക്തം ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. പെരിറ്റോണിയം എന്ന് പറയുന്നത് ഉദരത്തിനുള്ളിൽ അവയവങ്ങൾ ആവരണം ചെയ്യുന്നൊരു സ്ഥലത്തിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഒക്കെ നമുക്ക് മനസ്സിലായാൽ അതിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷനെ നമ്മൾ ഡയാലിസേറ്റ് എന്നിട്ട് പറയാം. ഡയാലിസേറ്റ് എന്നാണ് പറയാ. പിന്നെ അത്രയും കാര്യങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ കണ്ടു. CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന് മെഷീന്റെ ആവശ്യമില്ല, ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാം. CCPD എന്ന് പറയുമ്പോൾ അതിനൊരു മെഷീൻ ആവശ്യമുണ്ട്, ഉറങ്ങുന്ന സമയങ്ങളിലാണ് സാധാരണയായിട്ട് അത് ചെയ്യുന്നത്. IPD എന്ന് പറയുമ്പോൾ ഇന്റർമീഡിയന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അത് ഇടവിട്ട് ചെയ്യുന്നതുകൊണ്ടും മെഷീൻ ആവശ്യമുള്ളതുകൊണ്ടും അത് വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സൗകര്യം ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തായിരുന്നു കണ്ടത്? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അവിടെ ഓർത്ത് വെക്കുക, അത് ICU പേഷ്യൻസിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹീമോഫിൽട്രേഷൻ. ഓക്കെ, ഇതൊരു 24 hour ഡയാലിസിസ് ആണുള്ളത്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു മാം. ക്ലിയർ ആണല്ലോ? ഇന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വായിക്കാം. ഓക്കെ, എന്നാ താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.